എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ബാക്കി സെഷൻ പറയാം. ഇത്രയധികം നമുക്ക് അതായത് ഇപ്പൊ സഡാൻ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് കുറെ പുതിയ പുതിയ വണ്ടികൾ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊന്നിട്ടുള്ള വണ്ടി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റീമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതായത് ഒരു 1.3 GT എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഒരുപാട് എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് പൊളിച്ചോടിക്കാനും അതുപോലെ ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് നമ്മുടെ എസ്റ്റീം. അതുപോലെ തന്നെ കുറെ ആൾക്കാർ നമ്മുടെ സെന്നിലേക്കൊക്കെ സ്വാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എഞ്ചിൻ കൂടിയാണ് അത് G30 B1.3 എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിൻ. അതൊരു VXI ആണ് വന്നത്, പെട്രോൾ വേരിയന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നത് നമ്മള് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ യൂസർ. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഹെൽപ്പായിട്ടൊന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത്. എന്റെ പേര് സാൽവിൻ. ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, മാസ്റ്റേഴ്സ് ചെയ്യാൻ പോവാണ്. വീട് തൃശ്ശൂർ തന്നെയാണ്. എന്റെ ഫ്രണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വണ്ടി ഏതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളിപ്പോഴും ചോദിക്കുന്ന ഫസ്റ്റ് തുടങ്ങാം. അതായത് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണ് അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും എന്റെ ഒരു ഫേവററ്റ് ഒരു വണ്ടി കൂടിയാണത്. അതുപോലെ ഇതും അതുപോലെ നമ്മുടെ സെന്നൊക്കെ. അപ്പൊ എനിക്ക് സെന്നൊക്കെ എടുത്തിട്ടാണെങ്കിലും എനിക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഞ്ചിനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന 1.3 എന്നാണ് സ്വാപ്പ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എഞ്ചിൻ. ചിലപ്പോ ചില മൈലേജ് ഇഷ്യൂസും അതൊക്കെ ഉണ്ടെങ്കിലും പോലും നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഓടിക്കാനാണെങ്കിലും ഭയങ്കര ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു കേട്ട സാധനമാണ് വണ്ടി എന്നുള്ള എഞ്ചിൻ. അപ്പോ ആ ഒരു ഇതൂടെയാണ് അതിന്റെ കൂടിയും എന്താ വെച്ചാൽ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും കൂടിയാണ് ഈ പെട്ടെന്ന് നമ്മൾ കൊണ്ടുള്ള വണ്ടി. അപ്പൊ നമുക്ക് നേരെ നമ്മൾ ചോദിക്കുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് ചോദ്യം കിടക്കാം, എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്തു, അതായത് ഇങ്ങനെ ഒരു സഡൻ ടൈപ്പ് വണ്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ഇത്രയും പഴയ ഒരു വണ്ടി അല്ലെങ്കിൽ ഇത്രയധികം വണ്ടികൾ ഉണ്ടായിട്ട് ഈ വണ്ടിയിലേക്ക് ഞാൻ എന്തുകൊണ്ട് പോയി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ ഇത്രയധികം നമുക്ക് അതായത് സഡാൻ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് കുറെ പുതിയ പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു പഴയ ഒരു എന്താ പറയാ ഒരു ഓൾഡ് സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇതിലേക്ക് പോയിട്ട് എടുത്തു ചോദിക്കുന്നത്, അതായത് എസ്റ്റീം ചൂസ് ചെയ്തതുകൊണ്ടാണ്. ഒന്നാമത് ഇതിന്റെ ലുക്കും, പിന്നെ തരുന്ന റെസ്പോൺസ്, ആക്സിലേറ്ററിനോട് തരുന്ന റെസ്പോൺസും, പിന്നെ സെഡാൻ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ സെഡാൻസിലാകെ കുറച്ച് സെഡാൻസേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ ബഡ്ജറ്റിൽ നോക്കുമ്പോ ഫോർഡ് ഐക്കണും ആക്സെന്റ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തുകൊണ്ടും ബെറ്റർ ഇതാണെന്ന്. കാരണം അതെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണേക്കാളും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എസ്റ്റീം മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒന്നാമത് ഫോർഡിന്റെ അതൊക്കെയാണ് പാർട്സ് കിട്ടാനും വലിയ അങ്ങനെ കുറെ വിലകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര സീനാണ്. പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്യാനും ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഇതാകുമ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ശരിയാണ് പറഞ്ഞത്. അതാണ് മെയിൻ റീസൺ. പിന്നെ ചെറുപ്പം പോലെ ഇതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. എടുക്കണം ഇതിപ്പോ എടുത്തിട്ട് എത്ര കൊല്ലം ഉണ്ടാവും? ഒരു 1.5 കൊല്ലം ഉണ്ടാവും. എടുക്കുന്ന സമയത്ത് ഇപ്പൊ എത്ര രൂപയ്ക്ക് എടുത്ത് എവിടെ നിർത്താൻ വണ്ടിയൊക്കെ? ഇവിടെ തന്നെയാണ് എടുത്തത്, തൃശ്ശൂർ തന്നെയാണ് എടുത്തത്. 70,000 രൂപയ്ക്ക് എടുത്തത്. പിന്നെ ടെസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അന്ന് എടുത്തിട്ട് പിന്നെ കുറച്ച് പണികൾ ചെയ്തു, ടെസ്റ്റ് പാസ്സാക്കി. മെക്കാനിക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം ക്ലീൻ ആയിരുന്നു. ആകെ ആള് കുറെ യൂസ് ഇല്ലാണ്ടൊരു പുല്ലിന്റെ ഇടയിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റേതായ കുറെ പെയിന്റ് ഇഷ്യൂസ്, പിന്നെ ഏറെക്കുറെ ഡോറൊക്കെ ഫുൾ സ്ട്രിപ്പ് ചെയ്ത് അടിച്ചു. പിന്നെ ഇന്റീരിയറും ആകെ പോക്കായിരുന്നു. അപ്പൊ അത് ഫുള്ള് ചെയ്തു. മെക്കാനിക്കല് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് എടുത്തു, ഓയിൽ ചേഞ്ച് ചെയ്തു, അങ്ങനത്തെ ബേസിക് സർവീസും ചെയ്തു. പിന്നെ നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് ഒന്ന് മാറി, അത്രയും ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡിസ്ട്രിബ്യൂട്ടറിന്റെ അവിടെ നിന്ന് ചെറിയ ലീക്ക് ഉണ്ട്. അത് ഞാൻ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞത്
അത്യാവശ്യം ഏജ് ആയിട്ടുള്ള മാരുതിയുടെ വണ്ടികളിലെല്ലാത്തിലും ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അവിടെ നിന്ന് ഒരു ലീക്ക് ഉണ്ട്. ആ അതപ്പോ കാര്യാക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ വേറെ ലീക്കുകളൊന്നുമില്ല, ആ ഒരു ലീക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല ഒന്നുമില്ല. നീറ്റാണ്. എടുത്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സർവീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്, അതൊരു പീരിയോഡിക് സർവീസ് എന്തെങ്കിലും വണ്ടി എടുത്തിട്ട്? ഇല്ല, ആകെ 3000 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുള്ളൂ ഇപ്പൊ ഈ ഇത്രയായിട്ട് എടുത്തിട്ട്. ആ അപ്പൊ ആവറായിട്ടുണ്ട് സർവീസ്. ചെയ്തിട്ടില്ല, എടുത്തപ്പോ തന്നെ ഫുൾ ചെയ്തു, പിന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഈ സർവീസ് ഒക്കെ എവിടെ ചെയ്യുന്നത്? ഷോറൂമിലാണോ? അല്ല, ഷോറൂമിലൊന്നല്ല, പരിചയമുള്ള ചേട്ടന്മാരുടെ അടുത്ത് തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഓയിൽ ചേഞ്ച് ഒക്കെ ഞങ്ങൾ തന്നെ വീട്ടിൽ ചെയ്യും. ഫിൽറ്റർ മാറാൻ ചെറിയ കേസല്ല. അല്ല, അപ്പൊ ഈ എന്താ പറയാ, ഈ വണ്ടി ഇപ്പൊ ഒരു കൊല്ലം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പീരിയോഡിക് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, അത് ചെയ്തിട്ടില്ല. അല്ല, ഓയിലോ ഫിൽറ്ററും അതൊക്കെ മാറി. പിന്നെ ജസ്റ്റ് കൂളന്റ് മാറാറായിട്ടുണ്ടായിരുന്നു, അതും ഞങ്ങൾ തന്നെ മാറി. വലിയ പണികളൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. ചിലവരൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പഴയ വണ്ടി എടുത്തിട്ട് കുറെ റസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലും. ഇല്ല, അത് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തേ. പിന്നെ എടുത്തപ്പോ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് ആവാറുണ്ടായിരുന്നു. അപ്പൊ ഡിക്കിയിൽ കുറച്ച് റെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദ്രവിക്കാൻ ഇതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡ്. അപ്പൊ ഫുള്ള് പെയിന്റ് ചെയ്തു. അപ്പൊ പിന്നെ ഇഷ്യൂ ഒന്നുമില്ല. അണ്ടർബോഡിയും അടിച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായില്ല. ഇല്ല ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഒരു കൊല്ലം അതിലെടുത്തിട്ട് എടുക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ 53,000 ഒരു 57 ആവാറായിട്ടുണ്ട്. ഇല്ല, അവർക്കും വലിയ യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-35 വയസ്സുണ്ടാവും. ഞാൻ 4th ഓണറാ. എന്തായാലും 4 കൊല്ലം 5 കൊല്ലം യൂസ് ചെയ്യാം. ഇത് കൊടുക്കില്ല, എത്ര കൊല്ലായാലും കീപ്പ് ചെയ്യാൻ അതറിഞ്ഞുള്ളൂ. എന്തെങ്കിലും മേജർ അപ്ഗ്രേഡ്സ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതുണ്ട്, വീല് ചെയ്യണം, പിന്നെ പെയിന്റ് മാറ്റണമെന്നുണ്ട്, കളർ മാറ്റണമെന്നുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ എയർ ഫിൽറ്ററും സൈലൻസർ ഫുൾ കിറ്റ് ആയിട്ട് മാറണമെന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. അത് വീലിട്ട് കഴിഞ്ഞിട്ട് അവസ്ഥ നോക്കിയിട്ട് ചെയ്യാന്നുണ്ടാണ്. വീല് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചിട്ടാ. പെയിന്റ് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്, വയലറ്റ് അല്ല, പെട്ടെന്ന് കണ്ട ബ്ലാക്ക് പോലെ തോന്നും, പക്ഷെ വയലറ്റ് ഷെയ്ഡ് വരുന്ന ടൈപ്പ് പെയിന്റ് നോക്കി. ഡ്യുവൽ ടോൺ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഡാർക്ക് വയലറ്റ് തന്നെയാണ്, പക്ഷെ വെയിലടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നിപ്പോ എടുത്തിട്ട് ട്രിപ്പ് പോയി ലോങ് ഒക്കെ ഇവിടെ വരെ പോയി? അങ്ങനെ വലിയ ലോങ് അല്ല, നെല്ലിയാമ്പതി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. മൈലേജ് മൈലേജ് 9-10. അല്ല, ഇപ്പൊ ഈ എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഒരു വണ്ടി പോകുമ്പോ നമ്മള് ചിന്തിക്കില്ലല്ലോ, പവർ ഓക്കെ നമ്മള് ആലോചിക്കും, എന്നാലും മൈലേജ് കൂടി ചിന്തിക്കലോ. മൈലേജ് പറഞ്ഞിട്ട് കുറെ പേര് നെഗറ്റീവ് പറഞ്ഞായിരുന്നു, ഞാൻ അന്വേഷിച്ചപ്പോ. എടുക്കാൻ പോകാൻ നേരത്തെ വീട്ടുകാരായാലും എല്ലാവരും തന്നെ പറയാം. ഒരാള് ഞാൻ ഇപ്പൊ എന്റെ അടുത്തും സജഷൻ ചോദിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, വണ്ടി ഓക്കെയാണ്, സീനൊന്നുമില്ല, ഓടിക്കാനും പവർ ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ ഉള്ളൊരു ഇഷ്യൂ പറഞ്ഞാൽ മൈലേജ് ആണ്. അത് പിന്നെ നമ്മള് നോക്കാണ്ട് എടുക്കേണ്ടി വരും. വണ്ടി ഇഷ്ടമുള്ളവർക്ക് പിന്നെ നമുക്കിപ്പോ ചവിട്ടി പൊളിച്ച് നടക്കാനാണ്, അതിനിപ്പോ നമ്മൾ മൈലേജ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു റെസ്പോൺസ് തരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈലേജ് നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ എഞ്ചിനൊന്നും ഇനി നമുക്ക് ഇതുപോലെ കിട്ടാനൊന്നും പോകില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈ മാരുതി എന്ന് പറഞ്ഞ ഒരു ഇതില് നമുക്ക് കിട്ടാനില്ല. ആകെയുള്ള ഒരു എന്താ പറയാ, അവരുടെ ഒരു ബോംബ് സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് 1.3 പിന്നെ 1.6 അത് തന്നെയാണ് ഒരുവിധം എല്ലാ ആൾക്കാരും എന്താ പറയാ ആണെങ്കിലും, പിന്നെ അതുപോലെ നമ്മുടെ ട്രാക്ക് ഓടിക്കുന്നവരാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യണത് ഈ എഞ്ചിൻ വെച്ചിട്ട് തന്നെ. ഇപ്പൊ കുറെ ആൾക്കാര് നമ്മുടെ ട്രാക്കിൽ ഓടിക്കണതും റേസിന് ഉപയോഗിക്കണതും ഒക്കെ എസ്റ്റീമും ഈ തന്നെയാണ്. വേറെ ഒറ്റ വണ്ടി ഒന്നും എടുത്തിട്ട് എല്ലാവരും ചെയ്യണത്. പിന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ന അതിലേക്ക് ഡയറക്റ്റ് 1.3 അല്ലെങ്കിൽ 1.6. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വണ്ടീസ് ഒക്കെ നമുക്ക് ഇനി കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കിട്ടാന്ന് പറഞ്ഞു. പിന്നെ മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. മൈലേജ് ഇപ്പൊ നമ്മള് വീട്ടിലത്തെ യൂസ് മാത്രം ആവുമ്പോഴാണ് മൈലേജിന്റെ ഇഷ്യൂ വരുന്നത്. നമ്മള് പിള്ളേരായിട്ട് പോകുമ്പോഴൊന്നും പ്രശ്നമില്ല. കാരണം നമുക്ക് ആവശ്യം പവറും
നമ്മുടെ ഡ്രീം കാർ ഇതൊക്കെയാണ്. അതിലിപ്പോ നമ്മൾ മൈലേജ് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാണ്ട് നമുക്ക് നടക്കില്ല. അത് ശരിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ മൈലേജ് വേണം എന്ന് നോക്കി എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പവർ അതിനുള്ള ഇൻപുട്ട് ഇതൊന്നും നമുക്ക് കിട്ടില്ല. വെറുതെ മൈലേജ് മാത്രമായിരുന്നു. പറഞ്ഞ തന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി മേടിച്ചു കഴിഞ്ഞിട്ടും കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. കളിയൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തോണ്ടും അവർ പറയണത്. അല്ലെങ്കിൽ അറിയണവരാരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അറിയാത്തവരെന്നെ പറഞ്ഞിട്ടുള്ളൂ. എസ്റ്റീമും ഈ എസ്റ്റീമും ബലേനും എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിലെ വണ്ടി പറയണവർ ഒരിക്കലും അറിയാത്തവര് പറയും ചിലപ്പോ മൈലേജ് ഇല്ലടാ അല്ലെങ്കിൽ പാർട്സ് കിട്ടോടാ ഇതൊക്കെ ചോദിക്കണവരൊക്കെയുണ്ടാവും. അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടൊന്നും അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം നമുക്ക് ഈ വണ്ടിയെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയാ ജെം എന്ന് പറയുന്ന വണ്ടികളാണ് ഈ രണ്ട് വണ്ടികളും. അതായത് എസ്റ്റീം ആണെങ്കിലും ബലനാണെങ്കിലും തന്നെ. ബലാനയുടെ പാർട്സിന് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇതിന് എസ്റ്റീമിന് പാർട്സ് ഇഷ്യൂ ഉണ്ട് ചില ഇതുകള്. അപ്പൊ നമ്മള് കോയമ്പത്തൂരാ അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെ പെട്ട ആളുണ്ടല്ലോ, അവിടെ പോയി തപ്പിയാ കിട്ടും. പാർട്സിന് വേണ്ടിട്ട് എന്തെങ്കിലും കുറെ നാൾ വെയിറ്റ് ചെയ്യേണ്ടവരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വെയിറ്റ് ചെയ്യലൊന്നുമില്ല. ജസ്റ്റ് ചെന്നൊന്ന് അന്വേഷിക്കും, കുറച്ച് തപ്പി നടക്കണം. ഇപ്പൊ ഇതിന്റെ നമ്മുടെ AC-യുടെ നമ്മുടെ കണ്ടൻസർ അതിന്റെ ഫ്രണ്ടിലുള്ള ഫാനില്ലേ, അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് തപ്പി കിട്ടി, ഫാൻ കിട്ടി. അല്ലല്ല, ജെന്യുവിൻ അല്ല, നമ്മള് പട്ടാളത്തിൽ പോയി എടുക്കുക ചെയ്ത. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാ പാർട്സും അല്ല, മെക്കാനിക്കൽ സൈഡ് പാർട്സ് ഒക്കെ കിട്ടും. അത് മാരുതിയിൽ തന്നെ അല്ല സുസുക്കിയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ തന്നെയുള്ളൂ. പിന്നെ എക്സ്റ്റീരിയർ ആയാലും ഇപ്പൊ മിറർ ഒന്നും സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമ്മള് എന്റെ ഒരു അറിവിൽ എനിക്കുള്ളത് കിട്ടും, പക്ഷെ കുറച്ച് ഇപ്പൊ ബൂട്ട്മോലൊക്കെ കിട്ടും. പക്ഷെ ബൂട്ട്മോ ഞാൻ എന്താ പറയാ ഓർഡർ ചെയ്തിട്ട് ഒരു 2 ആഴ്ച ഡെലിവറി ടൈം പറഞ്ഞു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നുണ്ടായില്ല. അവര് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പട്ടാളത്തിൽ പോയി എടുക്കുക ചെയ്തത്. പാർട്സ് കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും. മറ്റുള്ള വണ്ടി പോലെ നമുക്ക് പോയി അല്ലെങ്കിലും പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇതിന് പിന്നെ ക്ഷമയും പിടിക്കും ഇത് കിട്ടാനായിട്ട്. പക്ഷെ അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ അതൊരു വേറെയാ. നമ്മള് പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പാർട്സ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ പാർട്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോ ഇവിടെയുള്ള ആൾക്കാരും മറ്റേ കോയമ്പത്തൂരും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോണ തന്നെ അതൊക്കെ അറിയാലോ. നമുക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാണെങ്കിലും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റ് എടുത്തിട്ട് അത് 1.3 ഹാപ്പി ചെയ്യാന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ അതില് എന്നാലും അപ്പോൾ എഞ്ചിന് തകരണ. അപ്പൊ ഈ എഞ്ചിൻ നമുക്ക് അത്രയ്ക്കും നല്ല എന്താ പറയാ അത്രയും ഭയങ്കര പവറും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി എഞ്ചിനാണ്. ഇങ്ങനത്തെ ഒരു എഞ്ചിൻ ഇനി കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വണ്ടി അതായത് നമുക്ക് എസ്റ്റീമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഈ വണ്ടി എന്തായാലും കൊടുക്കില്ല. എല്ലാവരും ഇത് കീപ്പ് ചെയ്യാൻ നിൽക്കുള്ളൂ. എന്നിട്ട് അത് നമ്മളെ വണ്ടി ഹോൾഡ് ചെയ്തിട്ട് വേറെ വണ്ടി നോക്കാം, അങ്ങനെയാണ് അത് ചെയ്യുള്ളൂ ഒരിക്കലും. അല്ലാണ്ട് ഈ വണ്ടി കൊടുക്കില്ല എന്തായാലും. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ നല്ലൊരു കാർ നമുക്ക് വീണ്ടും പോയിട്ട് എടുക്കാന്നുള്ള മൂഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇത് വീട്ടിലിട്ടാലും നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് വരുന്നില്ല. ആകെ ഇൻഷുറൻസിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ടെസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര പൈസ? ടെസ്റ്റ് ഒരു അന്ന് പിന്നെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ പിന്നെ ടെസ്റ്റ് പെയിന്റിങ്ങും എല്ലാം ചെയ്തു വന്നപ്പോ ഒരു 40 രൂപയുടെ അടുത്തേക്ക് ചെലവായി. അല്ലല്ല, പെയിന്റിങ് ഒരു 17 റേഞ്ച് ആയുള്ളൂ. പിന്നെ ഒരു 9,000-ഓളം ടാക്സ് വന്നു. പിന്നെ അവരുടെ ചാർജ് ഇപ്പൊ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ചാർജ് അങ്ങനെയൊക്കെ ആയിട്ടൊരു 4,000. അങ്ങനെ കുറച്ച് പിന്നെ ഇന്റീരിയർ ഒക്കെ ചെയ്തു, സീറ്റ് കവറൊക്കെ പുതിയത് ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്തപ്പോ കുറച്ച് എക്സ്പെൻസ് വന്നു. അങ്ങനെ ടോട്ടൽ ഒരു 40 രൂപയുടെ അടുത്തേക്കായി. ജസ്റ്റ് ഒരു സ്പോയിലർ മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്പോയിലറും വെച്ചു, സ്റ്റോക്ക് ഫോഗ് മാറ്റിയിട്ട് വേറൊരു ഫോഗും വെച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്പോയിലർ ലാൻസറിന്റെ അത് കോയമ്പത്തൂരിൽ നിന്ന് എടുത്തതാ. 800 രൂപ എന്തായാലും. ഫോഗ് ഒരു 32,000 രൂപ. അല്ല, ടയറൊക്കെ പുത്തനായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. ആള് തരുമ്പോഴേ പുത്തനായിരുന്നു. പെയിന്റ് ചെയ്തു, പിന്നെ സീറ്റ് കവർ ഇന്റീരിയർ മൊത്തം ചെയ്തു. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. ഇല്ല, മെയിനായിട്ട് ക്യാഷ് ഇറങ്ങുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇത്ര പൈസ വന്നിട്ടില്ല. ചിലവരിപ്പോ ഈ പഴയ വണ്ടി കിടത്തുന്നവരൊക്കെ കൂടുതൽ റെസ്റ്റാ. എന്നുവെച്ചാൽ ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അതായത് ഇപ്പൊ ചെറിയ റെസ്റ്റ് എന്ന് പറയും, കുറച്ച് റെസ്റ്റ് ഇതല്ല വന്നിട്ടുള്ളത്, ഇനി ടെസ്റ്റ് ടൈമിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ സാധനം ഫുള്ള് വന്ന് ഫ്ലോറും ഫുള്ള് റണ്ണിങ് ബോർഡ് ഫുള്ള് പോണ ഒരു ലെവലിലേക്ക് എത്തും. കാരണം നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് കാരണം നോക്കി ഫുള്ള് നോക്കിയിട്ടാണ് എടുത്തത്. പഴയ വണ്ടി നമ്മൾ എടുക്കാൻ പോകുമ്പോഴും ഈ ഒരു ടൈപ്പ്, അതായത് ഇത് ബലാനോ, സെന്ന്, അങ്ങനത്തെ ആ ഒരു വണ്ടികൾ എടുക്കാൻ പോകുമ്പോഴൊക്കെ നോക്കേണ്ട ഏറ്റവും സെന്നിന് റെസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇങ്ങനെ കുറെ റെസ്റ്റ് പെട്ടെന്ന് വരുന്ന കുറെ കണ്ടുണ്ട് റെസ്റ്റുകളൊക്കെ.
അപ്പൊ നമ്മൾ ഈ പഴയ ഈ വണ്ടി ഇപ്പൊ ഈ 3 വണ്ടികളെന്നല്ല പറഞ്ഞത്, അതായത് ഇപ്പൊ നമ്മൾ പഴയ വണ്ടി എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിലും നമ്മള് ഈ റെസ്റ്റ് എന്തായാലും നോക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോ ഈ ചില റെസ്റ്റുകൾ വരണത് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില റെസ്റ്റുകളുണ്ട്. അതായത് സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചിലത് നമുക്ക് ചെയ്സിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ശരിയാവാൻ പറ്റാത്ത ഇതിൽ വരുന്നത്. അങ്ങനെ എടുത്തിട്ട് പിന്നെ കാര്യമില്ല. വെച്ചാൽ വീണ്ടും ഇപ്പൊ ആ റെസ്റ്റ് ആണെങ്കിലും അത് ചെയ്തെടുത്താലും ചിലപ്പോ കുറച്ച് വീണ്ടും ഫ്യൂച്ചർക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോ പഴയ വണ്ടി ഇപ്പൊ ഏതുകൊണ്ട് എടുക്കുകയാണെങ്കിലും ഇപ്പൊ ഏത് കാർ എടുക്കുകയാണെങ്കിലും ഞാനിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് പോകുമ്പോഴാണെങ്കിലും ആ വണ്ടി നോക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഈവൻ പുതിയ വണ്ടിയാണെങ്കിൽ പോലും കുറച്ചുകൂടി പുതിയ വണ്ടിയാണെങ്കിൽ പോലും നോക്കുമ്പോഴും അതിന് വരെ റെസ്റ്റ് നോക്കാറുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ സംഭവം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പഴയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ. ഇപ്പൊ ലോങ് അപ്പോ നെല്ലിയാവിയാണ് ഏറ്റവും കൂടുതൽ പോയത്. അതിൽ കൂടുതലും പോയിട്ടില്ല. കോയമ്പത്തൂര് കോയമ്പത്തൂര് ഇതിലല്ലേ പോറ്, ഒരു അംബാസഡർ ഉണ്ട്, അതിലാണ് പോറ്. പിന്നെന്താ പറയാ വേറെ പണികളോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഇപ്പൊ വല്ല ബ്രേക്ക് ഡൗൺ ആവേ അല്ലെങ്കിൽ എന്തെങ്കിലും? ഇല്ല അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ലാസ്റ്റ് ഇറങ്ങുമ്പോ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സീറ്റ് കവർ അടിച്ചതും അങ്ങനത്തെ ഇന്റീരിയർ കുറച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡ്രൈവ് പോയിട്ട് ബാക്കി സെഷൻ പറയാം. ഡ്രൈവ് ചെയ്തിട്ട് പറയാനാണ് ഇറങ്ങി. പിന്നെ ചെറിയ മഴയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഉള്ളിലത്തെ പറയാം. ഉള്ളില് വേറെ എന്തെങ്കിലും ചെയ്ത് തന്നിരിക്കണം. നമ്മള് ഉള്ളില് പണികൾ നടത്തിയാണ്. സീറ്റ് കവർ ചെയ്തു, പിന്നെ ഹാൻഡ് റെസ്റ്റ്, പിന്നെ ഡാഷ്ബോർഡിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തു. പിന്നെ ഡോർ പാഡ് വൈറ്റ് ആയിരുന്നു, സീറ്റും വൈറ്റ് ആയിരുന്നു, അപ്പൊ ഡോർ പാഡും ബ്ലാക്ക് ആക്കി. 90% ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, പുറത്ത് കൊടുക്കാറില്ലേ. സീറ്റ് അടിക്ക് എത്രയാ? സീറ്റ് 6000 രൂപ. അറിയണ സ്ഥലമാണോ അതോ? അല്ലല്ല, അങ്ങനെ കണ്ട് ഡിസൈൻ അങ്ങനെ ചെയ്തതാണ്. 6000 രൂപ. പിന്നെ വേറെ ഇന്റീരിയർ ചെയ്തിട്ടില്ല? ഇല്ല. ശരി പറയുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഇല്ല വണ്ടിക്ക് മേടിച്ചിട്ട്. ആകെ നമുക്ക് ടെസ്റ്റും ചെറിയ ടെസ്റ്റ് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്നും പ്രശ്നം ഉണ്ടായില്ല. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുമ്പോഴാണ് പ്രശ്നം. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതിന് കുഴപ്പമില്ല. ആൾക്കാര് പറഞ്ഞു കേട്ട അത്ര പ്രശ്നം എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കാരണം കുറെ പേര് പറയുമ്പോ ഈ വണ്ടി എടുത്തപ്പോ കുറെ ആളുകൾ പറയാണ്ടാവും, ഈ വണ്ടി എടുത്ത് വേറെ വണ്ടി എടുക്കാതില്ലേ, മൈലേജ് ഉള്ള വണ്ടി എടുക്കാതില്ലേ എന്നൊക്കെ പറഞ്ഞു കുറെ എണ്ണം വരും. പറഞ്ഞോട്ടെ, നമുക്കറിയാം നമ്മുടെ വണ്ടി എന്താണ്, നമ്മളിതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തേക്കണം. എല്ലാം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ നടക്കണ കേസല്ല, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞാൽ നമ്മള് എന്താ പറയാ കണ്ണടക്കേണ്ടി വരും. പിന്നെ ഈ ഒരു എക്സ്പെൻസിന് നമുക്ക് ഇതുപോലെ ഒരു റെസ്പോൺസ് തരുന്ന ഒരു വണ്ടി കിട്ടില്ല, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് ഓപ്റ്റ് ചെയ്തത്. പിന്നെ അത് മാത്രല്ലേ നമുക്ക് വണ്ടി എടുത്താൽ മാത്രം പോരല്ലേ, അതിന് മെയിൻ്റെനൻസും കൂടി വേണം. ഇതാകുമ്പോ നമുക്ക് മെയിൻ്റെനൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ട് നടക്കാനും പറ്റും. അത്ര ഭയങ്കര പൈസ ചെലവാക്കാനോ അങ്ങനെ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ ചെറിയൊരു എമൗണ്ടില് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനും പറ്റും. പിന്നെ അത് മാത്രല്ല എവിടെ കൊണ്ട് വേണമെങ്കിലും വേണ്ടി പണിയും ചെയ്യാം. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ഇത് പക്കയാണ്. വീട്ടുകാർക്ക് ഇത് എടുക്കാന്ന് പറയുമ്പോ എന്താ പറയുക റെസ്പോൺസ് എന്തായിരുന്നു? വീട്ടുകാർക്ക് കാറുകളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പാപ്പനും പിന്നെ ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ പിന്നെ അവരപ്പോ ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് എല്ലാവരും കയറ്റി കൊടുക്കുകയാണ് ചെയ്തത്, മേടിക്കണ്ടെന്നുള്ള ഇതിലേക്കാണ് എത്തിച്ചത്. അതങ്ങനെ പറയുള്ളൂ. എല്ലാരും പറയാ വണ്ടി എടുക്കണ വണ്ടി എടുത്തോടെ എന്നൊക്കെ. പിന്നെ വീട്ടിൽ നിന്ന് നല്ല ഫണ്ട് വന്നു, അപ്പൊ പിന്നെ വീട്ടുകാരധികം പറഞ്ഞില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ എടുത്തതാണ്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ സുഖമാണ്, പക്ഷെ വയസ്സായവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ വയസ്സായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സ്പോട്ട് ചെയ്തിൽ നിൽക്കുന്ന ഒരു പൊസിഷനാണ്, അപ്പൊ അത് കാരണം ആൾക്ക് വയസ്സായവർക്ക് ബുദ്ധിമുട്ടാണ്. ശരി, അതായത് അവിടെ ഇരുന്നിട്ടൊന്ന് കയറാനൊക്കെ ആയിട്ട് കുറച്ച് പ്രയാസം വയസ്സാണ്. നമുക്ക് പിന്നെ അതത്ര വിഷയമില്ല. പിന്നെ ഇച്ചിരി താഴ്ന്നതിലാണോ അതല്ല കുഴി പോലെ സ്ഥലത്താണ് വണ്ടി നിർത്തിയെടുക്കണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാ വേണ്ട, കയറാനും ഇറങ്ങാനും. അടി തട്ടല അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ട്? അങ്ങനെ ഞാൻ അതൊക്കെ സൂക്ഷിച്ചാണ് ഓടിക്കാറ്, അതുകൊണ്ട് അല്ലാത്തവന്മാര് ഓടിക്കുമ്പോ പ്രശ്നമാണ്. ചാവന്മാര് ഇതൊന്നും നോക്കില്ല.
കയറി പൊളിച്ച് എടുക്കാം. പിന്നെ അതറിയണ കാരണം നമ്മള് ആ ഒരു മൂഡ് പിടിച്ചിട്ട് നമ്മൾ ഓടിക്കണോ, കുറച്ച് ഇത് എടുക്കണോ. വലിയ കാര്യമായിട്ട് തട്ടലൊന്നും ഉണ്ടായിട്ടില്ല. നെല്ലിയാമ്പതി പോയപ്പോ അങ്ങനെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ സ്റ്റീം എടുത്തതില് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതായത് ഇപ്പൊ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അത് ആ ഒരു കാരണം ആ ഒരു സെക്കൻഡ് ഗിയറിൽ തന്നെ കേറി പോണത് തന്നെ അടിപൊളിയാണ്. അതന്നെയാണ് മെയിൻ റീസൺ. പിന്നെ അതിന്റെ സൈഡ് പ്രൊഫൈല്, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണാൻ വലിയ ഇല്ല, എന്നാ വണ്ടി സൈഡിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്. അപ്പൊ പിന്നെ എഞ്ചിൻ അടിപൊളിയാണ്. പിന്നെ മെയിന്റനൻസ് തീരെ കുറവാണ്. അങ്ങനത്തെ ഇതുകള് 10 വരെ മൈലേജ് കിട്ടുന്നു. 10 പതിനൊന്നൊക്കെ. പിന്നെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗണർ അങ്ങനെ എടുത്താൽ മതി. പക്ഷെ അത് ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാകുമ്പോ കുറച്ച് എന്താ പറയാ, മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരുടെ അങ്ങനത്തെ ഒരു ഇത് ഓട്ടാന്നല്ല പറയണേ, ആ ഒരു ടൈപ്പ് വണ്ടി എന്ന് പറഞ്ഞാ നമ്മളെ കുറച്ച് പിള്ളേര് അത് അതിന്റെ യൂസ് വേറെ, ഇതിന്റെ യൂസ് വേറെ, അങ്ങനെയാണ്. അല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും. അതും നല്ല വണ്ടിക്ക് തന്നെയാണ്, അടിപൊളി വണ്ടി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ പർപ്പസും കമ്പയർ ചെയ്യുമ്പോഴൊന്നും നമുക്ക് പറയാൻ ഇത് തരണ റെസ്പോൺസും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതൊന്നും കൂടെ ഒരു ഫാമിലി, ഞാൻ പറഞ്ഞില്ലേ ഇതില് ഫാമിലിക്ക് ഇരിക്കലൊക്കെ ഒന്നും വലിയ എളുപ്പമുള്ള കേസല്ല. അതേസമയം അത് ഇച്ചിരി ഹൈറ്റുള്ള വണ്ടിയാണ്, അത് സുഖമാണ്. പക്ഷെ നമുക്ക് പിടിക്കണതല്ലേ അത് പറയാ, അത് പൊട്ടതല്ല. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ആ വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചൂർഡായിട്ടുള്ള ആൾക്കാർ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോ നമ്മൾ ചെറുപ്പം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഒരാളുടെ വണ്ടി എന്താ പറയണ്ട ഒരു വണ്ടി. രണ്ടും നല്ല വണ്ടികൾ തന്നെ, രണ്ടും പല ഇതുകൾ തന്നെ. കമ്പയർ ചെയ്യുമ്പോ യൂസ് ചെയ്യണതും പർപ്പസ് ഒക്കെ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് ഇനി ജസ്റ്റ് ചെയ്യണേ ഇന്ത്യയിലും ജസ്റ്റ് കാണിച്ചു തരാം. അതില് അവൻ സീറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സീറ്റ് അടിച്ചതും പിന്നെ അതുപോലെ ഡാഷ് ബോർഡ് ചെറിയ സ്റ്റിക്കറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മള് സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത്, നല്ല മെറ്റീരിയലാണ് സാധനങ്ങളൊക്കെ. പിന്നെ ജസ്റ്റ് അവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഡാഷ് ബോർഡ് അവർ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സീറ്റ്. ഡോർ പാഡൊക്കെ ബ്ലാക്ക് ആണ്, ഇതൊക്കെയാണ് സംഭവം. പിന്നെ ജസ്റ്റ് ഒന്ന് ബാക്കിലത്തെ സ്പോയിലർ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതോടെ സ്പോയിലർ, ഇതൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ഇല്ല. പിന്നെ ആന്റിന, ബാക്കിയെല്ലാം വണ്ടി പക്ക സ്റ്റോക്കാണ്. അപ്പോ ഇതൊക്കെയാണ് അതായത് നമ്മുടെ എസ്റ്റീമിന് ഉണ്ടായിരുന്ന കാര്യങ്ങളും അതിന്റെ എക്സ്പീരിയൻസും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വണ്ടി എടുത്തിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഫുള്ള് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്, ഒരു ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ്. ഭയങ്കര എന്താ പറയാ, നമ്മുടെ പിള്ളേർക്കും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. എന്റെ ഫേവററ്റ് കാർ തന്നെയാണ്. അപ്പോ അവന് എടുത്തിട്ടുള്ള എല്ലാ സ്റ്റോറീസും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ അവന് നല്ലൊരു കാറാണ് കിട്ടിയേക്കണത്. എന്ന് വെച്ചാൽ അധികം വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അധികം എന്താ പറയാ എടുത്ത് കുറെ പണിയേണ്ടി വരേണ്ട ഇഷ്യൂസ് ഒന്നും അവന് വന്നിട്ടില്ല. ക്ലീൻ വണ്ടിയാണ് കിട്ടിയേക്കണത്. പിന്നെ ആകെ കൂടി അവന് ഒരു പണി വന്നിട്ടുള്ള വെച്ചാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടാണല്ലോ എടുത്തേക്കണത്. അല്ലാണ്ട് മേജർ കംപ്ലൈൻസുകളോ മെക്കാനിക് ഇഷ്യൂസുകളോ റസ്റ്റോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കംപ്ലീറ്റ്ലി ക്ലീൻ സ്പെക്ക് എന്ന് തന്നെ പറയാം. അപ്പോ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. അപ്പൊ മാക്സിമം നമുക്ക് എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇനിയൊരു ഇതാണ് നമ്മുടെ ഔട്ടർ ആണ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒരാൾ നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാമെന്ന് പറയാന്ന് വെച്ചാൽ നീ അവർക്ക് കൊടുക്കണ ഒരു സജഷനാ അല്ലെങ്കിൽ അത് എന്തായിരിക്കും അവരോട് പറയാ? ഇത് എടുക്കാൻ പോവാന്ന് പറയുമ്പോ വണ്ടിയുടെ സ്പിരിറ്റ് മാത്രം നോക്കി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എടുത്തോന്ന് പറയും. അല്ല, ഫാമിലി യൂസ് അങ്ങനെയൊന്നും പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ വേണ്ട. ഓക്കെ, അത്ര കംഫർട്ട് അല്ല. അതായത് ഡ്രൈവർക്ക് അടിപൊളിയാണ്, അടിപൊളിയാണ്. നമുക്ക് ഓടിക്കാനവർക്ക് സെറ്റാണ്. പാസഞ്ചേഴ്സിന് വലിയ കംഫർട്ട് ഉണ്ടാവില്ല. മൈലേജ് ഇഷ്യൂ. ഫാമിലി യൂസിന് അത് എളുപ്പമല്ല. അവർക്ക് വേറെ നോക്കിയായിരിക്കും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരാവുന്നതാണ്.